ഹായ് ഗൈസ്, വെൽക്കം ടു ഷോർട്ട് സ്റ്റോറി പവർഡ് ബൈ സ്പോട്ട്ലൈറ്റ് സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായ കോൺഫറൻസ് എന്ന് പറഞ്ഞ പടമാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അവിടെ ആകെ അലങ്കോലമായി തല്ലി പൊളിച്ച് ആരൊക്കെയോ കയറി മേഞ്ഞൊരു റൂമുകളൊക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒച്ചയെടുത്ത് ഇങ്ങനെ ഓടണ പോലെ കാണിച്ചിട്ട് ടൈറ്റിൽ റിവീലാണ്. പിന്നെ സിനിമയുടെ കാണിക്കുന്ന റോഡ് സൈഡിൽ ഈ ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് റോഡ് സൈഡിൽ ഒരു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 9 ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് ഉണ്ട്, മറ്റേ സർവേ പോലത്തെ കുറച്ച് എംപ്ലോയീസ് ട്രാവൽ ചെയ്യാനായിട്ട് കാണിക്കും. അപ്പോൾ അവരെ മുനിസിപ്പാലിറ്റി പ്രൊജക്റ്റായ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. എങ്കില എന്ന് പറഞ്ഞ ഒരു മധ്യവയസ്ക സ്ത്രീയാണ് മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ ഹെഡ്. ജോണസ് ആണ് ഈ പ്രൊജക്റ്റിൻ്റെ ലീഡർ. അവൻ്റെ ഒരു കൂട്ടുകാരാണ്, നമ്മളൊക്കെ കൂട്ടുകാരെ പോലെ എപ്പോഴും ഇവനെ മോട്ടിവേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കായി കാജ് എന്നാണ് അവൻ്റെ പേര്. പിന്നെ ആ പ്രൊജക്റ്റുള്ളത് ലീന എന്ന് പറഞ്ഞ പെൺകുട്ടി. അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം വർക്കിന് പോകാതെ പിന്നെ വന്നതാണ്. പിന്നെ അമീറിന് ലീനയോടൊരു ചെറിയൊരു ഇഷ്ടമുണ്ട്, പക്ഷേ ലീന അടുപ്പിക്കുന്നില്ല. പിന്നെയുള്ള മെമ്പേഴ്സ് ഈവ, ടോർബിയോൺ, നാദിയ, പിന്നെ അവസാനമായി അനറ്റും കൂടിയുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ യാത്ര പോയിട്ട് അവരെ വണ്ടി ഈ പ്രൊജക്റ്റിൻ്റെ സൈറ്റിൽ അവിടെ ചെന്ന് നിർത്തും, പ്രൊജക്ട് സൈറ്റിൽ. എന്നാൽ അവിടെ ചെന്നിട്ട് ആഞ്ചല എന്ന് പറഞ്ഞാൽ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത്, പിന്നെ ജോണസിനൊക്കെ കൺഗ്രാജുലേറ്റ് ചെയ്യും. കാരണം ഈ പ്രൊജക്റ്റിൻ്റെ മെയിൻ വലിയൊരു വിഹിതം വഹിച്ച അവനാണ്, വലിയ കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത അവനാണെന്നൊക്കെ പറയും. അങ്ങനെ ആ ടീം ആ ലൊക്കേഷനിൽ നിന്ന് വേറെ താമസ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ പോണ സമയത്ത് ഈ റിവറിൽ ഒരാളിങ്ങനെ വഞ്ചിയിലിങ്ങനെ തുഴഞ്ഞു കൊണ്ടുപോകും. അവിടെ ജെന്നി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഈ ഹോട്ടലൊക്കെ മാനേജ് ചെയ്യണം. ജെന്നി ഉണ്ടാവും, അവിടെ ഷെഫ് ഉണ്ടാവും, പിന്നെ ഇതിന് ഗൈഡായിട്ടൊരു ആളുണ്ടാവും. ഇത്രയും പേരാണ് അവിടെ ഉള്ളത്. അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലൊക്കെ ആയിട്ട് പോയി. ഷെഫ് പിന്നെ ഇവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യത്തിലായിരിക്കും. അപ്പോഴാണ് ആൾ മനസ്സിലാക്കണം അവിടെ ഗ്യാസ് ഇല്ലെന്ന്. അപ്പോൾ പുള്ളി എന്നിട്ട് കാർ ഓടിച്ച് പുറത്ത് പോയിട്ട് ഗ്യാസ് നിറയ്ക്കാനായിട്ട് അവിടെ പുറത്ത് പോകും. ആക്ച്വലി കൺസ്ട്രക്ഷൻ എതിരെ കുറേ അവിടുത്തെ ആളുകൾ തന്നെ കുറേ സമരമുറികൾ നടത്തുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇയാളുടെ കാറിൽ എന്തോ തടഞ്ഞ പോലെ തോന്നും. പിന്നെ നോക്കുമ്പോൾ ഒരു ട്രാപ്പ് പോലത്തെ ഒരു സാധനമാണ്. അങ്ങനെ ഷെഫ് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്നൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഷെഫ് പോയി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ മരത്തുമ്പോൾ ഇങ്ങനെ കുറേ നൂലിങ്ങനെ ടാങ്കീസ് പോലത്തെ ഒരു സാധനം കെട്ടി വെച്ചേക്കണം. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പിന്നീന്ന് ഒറ്റയടി. അതോടുകൂടി പിന്നെ കാണിക്കുന്നത് നമ്മളെ ടീം മൊത്തം അവിടെ റിസോർട്ടിൽ അവരെ ഒരു മീറ്റിംഗ് പോലെ ഒരു സംഭവം നടക്കുകയായിരിക്കും. അപ്പോൾ അവിടെയുള്ള നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ഏക്കർ കണക്കിന് ഭൂമി ഇവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ഫാം ലാൻഡ് പോവും, കുറേ ഫോറസ്റ്റ് പോവും. അപ്പോൾ അങ്ങനെയുള്ള കൺസേണുകൾ അവരിങ്ങനെ ചർച്ച ചെയ്യും. നമ്മൾ പ്രൊജക്റ്റായിട്ട് അപ്പോഴും പറയുകയാണ്, ഇതിന് ഓൾറെഡി നമ്മളെല്ലാം മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഡിഫോറസ്റ്റേഷൻ ആയാലും അതിൻ്റേതായ കുറേ മെഷേഴ്സ് എടുത്തുകൊണ്ട് ഇതിന് വലിയ കോട്ടം തട്ടില്ല എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ലീന കേസ് ഫയൽസ് മൊത്തം എടുത്ത് വായിച്ചു നോക്കുകയാണ്. അപ്പോൾ വായിക്കുന്ന നേരത്ത് പോൾസൺ എന്ന് പറഞ്ഞൊരു ഫാർമറിന് കോമ്പൻസേഷൻ പോലും കൊടുക്കാതെ ആളുടെ സ്വത്തുക്കൾ ആളുടെ സ്ഥലം ഇതിനു വേണ്ടി എടുത്തു, അതായത് മാള് പണിയാനായിട്ട് എടുത്തു എന്ന് പറയുന്നത് ലീന ആ സംഭവം ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ലീന പറയണത് ഞാൻ ഈ ഡോക്യുമെൻ്റ് പോലും കണ്ടിട്ടില്ല, എൻ്റെ സൈൻ ഇതിൽ എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻ്റ് അവിടെ ഉണ്ടാവും. അതിനുശേഷം അവരൊരു ലഞ്ച് ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ലഞ്ചിൻ്റെ അവിടെ പോയപ്പോൾ ഷെഫില്ലാത്ത കാരണം അവിടെ ഒരു ഹോട്ട് ഡോഗ് ജസ്റ്റ് സോസ് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. ആ നേരത്ത് ജോണസ് എന്നിട്ട് ലീനോട് പറയണേ, ലീന നീ എന്തിനീ പ്രൊജക്റ്റിന് ഇങ്ങനെ എതിരായിട്ട് നിൽക്കണം. അപ്പോൾ ലീന പറയും, ഞാൻ എതിരൊന്നുമില്ല, എൻ്റെ ഒപ്പ് ഞാൻ അറിയാതെ ആരായിട്ടെന്ന് എനിക്കറിയണം. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യണം, എന്നാലും ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ലീന അടുത്ത തീരുമാനത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ ജോണസ് പറയും, നീ ഇത്രയും കാലം ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു, നീ ഓൾറെഡി ഇങ്ങനെ ലീവൊക്കെ എടുത്തല്ലോ, ഇപ്പം നിനക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല, നീ എപ്പോഴാണ് സൈൻ ചെയ്ത്, നീ എന്നെ സൈൻ ചെയ്ത് അല്ലാണ്ട് ആര് സൈൻ ചെയ്യാന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്യണം. പിന്നെ നാദിയ മറ്റേ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടീമാണ്. അപ്പോൾ നാദിയ പറയും, ഈ ബഡ്ജറ്റ് ശരിയാവുന്നില്ലല്ലോ, ഈ ബഡ്ജറ്റ് എത്ര ഇതായാലും നമുക്ക് ശരിയാവുന്നില്ല എന്ന് പറയും. അപ്പോൾ പ്രൊജക്റ്റായിട്ട് അവിടെ ചെന്നിട്ട് പറയും, നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക, എല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് എന്താ എത്ര പ്രശ്നം, നമ്മളിവിടെ വന്നേക്കുന്നത് ചെയ്യാനാണ് അല്ലാണ്ട് തടയാനല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ സീൻ പിന്നെ കാണിക്കുന്നത് അവിടുത്തെ ഒരു നാട്ടുകാരാണ്. ആ നാട്ടുകാരൻ പയ്യെ റിലാക്സ് ചെയ്ത് നല്ല മൂടിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് ഒരു ബിയറൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ ഇരിക്കണ നേരത്ത് ഒറ്റ വരവായിരിക്കുള്ളൂ, വാള് കൊണ്ട് നമ്മുടെ കില്ലർ വന്ന് ഒറ്റ കൊല്ലൽ. ആ സീൻ നിങ്ങൾ കാണണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ റിസോർട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു ജാതി നല്ല കോമാളിയുടെ ഒരു രൂപമൊക്കെ വെച്ചിട്ട് ഒരാളിങ്ങനെ കടന്നു വന്നിട്ട് ഇവരെ ചിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവിടെ വീണ്ടും ആർഗ്യുമെൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ കോമാളിയായിട്ടുള്ള ആൾ ഭയങ്കര ദേഷ്യപ്പെട്ടൊരു മാസ്ക് കഴിക്കും. അത് നമ്മുടെ ജോണസ് ആണ്, ഇവർ എൻ്റർടൈൻ ചെയ്യാനായിട്ട് വന്നത്. എന്നിട്ട് എങ്കല ജോണസിൻ്റെ അടുത്ത് പോയി പറയും, നീ കുഴപ്പമൊന്നുമില്ല, നീ എല്ലാവരും ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ചെയ്തതെന്ന് മനസ്സിലായി, പക്ഷേ ആർക്കും നിന്നോടൊരു വിലയില്ല, അങ്ങനെ കരുതരുതെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കണം. അപ്പോൾ ജോണസ് പറയും, ഇവിടെയുള്ള വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വിഷൻ ഇല്ല, ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, നമ്മളെങ്ങനെ ഈ പ്രൊജക്റ്റ് ലീഡ് ചെയ്യുന്നുള്ള രീതിയിൽ ജോണസ് സംസാരിക്കും. എന്നിട്ട് അവളെന്ത് ചെയ്യും, അവനൊരു സ്വർണ്ണ ഷവല് കൊടുക്കും, നീയാണ് ഇനോഗ്രേറ്റ് ചെയ്യണം നാളത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ചീർപ്പിക്കും. അതിനുശേഷം അവിടെയുള്ള ഗൈഡ് എല്ലാവരോടും ഒരു ക്യാമ്പ് പോലെ നമുക്കൊരു പരിപാടിയുണ്ട്, അപ്പോൾ എല്ലാവരും ഫോണൊക്കെ പൂട്ടി വയ്ക്കണം, ആ ഒരു രീതിയിലൊരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കണം. അപ്പോൾ ആ ക്യാമ്പിൻ്റെ എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്.
പക്ഷേ ലീന ഇപ്പോഴും ആ ഒരു സിഗ്നേച്ചറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സിഗ്നേച്ചർ ആരെ ഇട്ടേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവൾക്ക് പോൾസനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു, ആ ഫാർമറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അമീർ പറയണത് അത് നടപടിയാവുന്ന കേസല്ല. കാരണം എന്ന് വെച്ചാൽ പോൾസൺ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു, ആൾ തൂങ്ങിച്ചെത്തു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റി തുടങ്ങി, ആ ക്യാമ്പിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ക്യാമ്പിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ആദ്യം 2 ടീമായിട്ട് തിരിച്ചു. എന്നിട്ട് 2 ടീമിൽ അവരോട് പറഞ്ഞു, ഇത് നിങ്ങളൊരു ബോട്ട് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ബോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അവർ റിഫ്രഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ ബോട്ട് ഉണ്ടാക്കി ജോണസിൻ്റെ ടീം അവിടെ ജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ കില്ലർ, അതായത് നമ്മളെ മറ്റേ കൊന്ന ആൾ വന്നിട്ട് അവിടെ ഇവരെ എല്ലാവരും ഫോൺ എടുത്തുകൊണ്ട് പോയി. പിന്നെ ജോണസിൻ്റെ മറ്റേ ആ കോസ്റ്റ്യൂമിൻ്റെ തൊപ്പി എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ജെനിയാണ് കാണിക്കുന്നത്. ജെനി ആകെ ടെൻഷനായിട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 സ്റ്റാഫിനെയും കാണാനില്ല. അപ്പോൾ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ജെനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരാണെങ്കിൽ കറക്റ്റ് ടൈമിന് ഫുഡിന് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കും. അങ്ങനെ ജെനി ഇങ്ങനെ പോകുന്ന നേരത്ത് തന്നെ അവിടെ എന്തൊരു എനക്കം കേൾക്കും വാഷ്റൂമിൻ്റെ അവിടെ. അപ്പോൾ കില്ലർ ഇങ്ങനെ ഇരിക്കുന്നൊരു സീനുണ്ട്, നമുക്ക് തന്നെ ടെൻഷനാവും. അപ്പോൾ അങ്ങനെ പിന്നെ ജെനിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കണം. പക്ഷേ ജെനി കുറേ കഷ്ടപ്പെട്ട് എന്താ പറയുക അറ്റാക്ക് തടയാനൊക്കെ നോക്കിയെങ്കിലും ലാസ്റ്റ് ഫൈനലി ജെനിനെ കൊല്ലുകയാണ്. അങ്ങനെ അവിടെയുള്ള ടീം 2ാമത്തെ ആക്ടിവിറ്റിക്കായി പോവുകയാണ്, എന്ന് വെച്ചാൽ സിപ്പ് ലൈൻ്റെ ആക്ടിവിറ്റി. അപ്പോൾ ലീന ഓൾറെഡി പേടിച്ചിങ്ങനെ ഇരിക്കുന്ന ലീന പറയും ഞാനില്ല എന്ന് പറയും. അപ്പോൾ ജോണസ് എന്നിട്ട് പറയും നീ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ ജോണസിൻ്റെ കൂട്ടുകാരെ അവിടെ നിന്നിട്ട് ഇവളെ കളിയാക്കുന്ന രീതിയിലായിട്ട് പ്രൊവോക്ക് ചെയ്യും. അപ്പോൾ ഇവള് ശരി എന്നാൽ കയറാമെന്നുള്ള രീതിയിൽ കയറും. പക്ഷേ ജെനി ഇങ്ങനെ കയറി 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ജെനിക്ക് പറ്റത്തില്ല, ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ റിസോർട്ടിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, ജോണസിൻ്റെ റൂമിൽ കയറിയിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കുറച്ചുകൂടെ തെളിവ് ശേഖരിക്കാനായിട്ട് വെക്കും. എന്നിട്ട് ലീൻ എന്ത് ചെയ്യും, ജോണസിൻ്റെ ലാപ്ടോപ്പിൽ പാസ്വേഡൊക്കെ വെച്ച് തുറത്ത് ഇവളി കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഈ ജോണസ് പറഞ്ഞ് കുറേ കമ്പനീസ്, അതായത് ഷോപ്പിംഗ് മാൾ തുടങ്ങാനായിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ കമ്പനീസ് ഇവരായിട്ട് ആഡ് ആവുമെന്ന് പറഞ്ഞു. ആ കമ്പനീസ് ഒന്നും ഒക്കെ ഫേക്കാണ്. ഇവൻ കുറേ കാര്യങ്ങൾ ഫേക്ക് ചെയ്തിട്ടാണ് ഈ സംഭവം ഈ പ്രൊജക്റ്റ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതെല്ലാം പെൻഡ്രൈവ്ക്ക് കോപ്പി ചെയ്തിട്ട് ശരിയാക്കി തരാടാ എന്നുള്ള രീതിയിൽ നടക്കായിരിക്കും. പിന്നെ കാണിക്കുന്ന ഒരു കാട്ടിൽ നമ്മുടെ കില്ലർ ഇവരൊക്കെ കൊല്ലാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സിപ്പ് ലൈനിലൊക്കെ പോയ ടീം എല്ലാവരും റിട്ടേൺ വരുമ്പോൾ ഒരു ഫോൺ നോക്കുമ്പോൾ ഒരു ഫോൺ കാണത്തില്ല. അപ്പോൾ ഗൈഡ് എന്ത് ചെയ്യും, ഇവിടെ തന്നെ ഉണ്ടാവും നമ്മളെ കോവർക്കർ ആരെങ്കിലും എടുത്തു വെച്ചേക്കണം എന്നുള്ളത് ഇവരെ അന്വേഷിച്ച് പോകും. അങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജെനിയുടെ ബോഡി ഇങ്ങനെ തൂക്കിയിട്ട് കാണും. ഇവള് പേടിച്ചിങ്ങനെ മാറുമ്പോൾ നമ്മുടെ കില്ലർ ഒരു വലിയ ചിറ്റി എടുത്ത് ഇവിടെ അടിക്കാനായിട്ട് തോന്നും. പക്ഷേ ഇവള് കുറേ എസ്കേപ്പ് ഒക്കെ ആവും. പക്ഷേ ലാസ്റ്റ് ഫൈനലി ഈ കില്ലറിൻ്റെ അടുത്ത് തന്നെ പെടും. പക്ഷെ പുറത്ത് എന്താ പറയുക അവരെ ആഘോഷമാണ് മറ്റേ ഈ പരിപാടിയുടെ, അതായത് ഇത് സക്സസ്ഫുൾ ആഘോഷം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്ത് ലീന അവിടെ വന്നിട്ട് ഇവൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള 2 പേരോട് ഈ കാര്യം പറയും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇവളെന്നിട്ട് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ജോണസ് പറഞ്ഞ പോലെ ഒരു കമ്പനി ഇവിടെ വരുന്നില്ല, ഈ മാളിന് വേറെന്തോ കാര്യമുണ്ട് ജോണസിന്, അതുകൊണ്ടാണ് ഈ മാൾ പണിയാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഇത് വലിയൊരു ഫിനാൻഷ്യൽ ലോസിന് ലീഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയും. എന്നിട്ട് ലീന ഈ പാർട്ടിയുടെ ഇടയിൽ ലീന പറയും നിൻ്റെ പ്രൊജക്റ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ജോണസ് പറയും എനിക്കൊന്ന് തനിയെ സംസാരിക്കുന്നത് നിന്നോട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ ജോണസ് പറയും നീ ഇത് മിണ്ടാണ്ട് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വലിയൊരു പൊസിഷൻ തരാം എന്നൊക്കെ പറഞ്ഞ് ജോണസ് പറയും. അപ്പോൾ ലീനൊന്നും പറയത്തില്ല. ലീന ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് ലീന പറയും നിൻ്റെ എല്ലാ തെളിവുകളും, നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, പെൻഡ്രൈവ് കാണിച്ചു കൊടുക്കും. നീ മര്യാദയ്ക്ക് ഈ പ്രൊജക്റ്റ് ഷട്ട് ഡൗൺ ചെയ്തില്ല, ഞാൻ തന്നെ അതോറിറ്റിനെ അറച്ച് നിന്നെ തന്നെ ഇല്ലാണ്ടാക്കും, അങ്ങനെ രീതിയിൽ സംസാരിക്കും. പിന്നെ ബാക്കി എല്ലാവരും ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കും. അപ്പോൾ കോച്ച്, അതായത് മറ്റേ ജോണസിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പൂളിൽ ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് അവിടെ ഒരു മാസ്ക് ഇട്ടൊരു പുള്ളി, അതായത് ഇവൻ വിചാരിക്കും ജോണസാന്ന് പറഞ്ഞിട്ട് മാസ്ക് ഇട്ട് പുള്ളി വന്നു ഒറ്റ കുത്തലായിരിക്കുള്ളൂ ഇവനെ മറ്റേ ഇത് വെച്ചിട്ട്. ഈ സീൻ കണ്ടുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ ഓടുകയാണ്. ആ നേരത്തെ ആംഗിൾ അവിടെ ചെന്നിട്ട് വിശക്കുണ്ട് എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരുമെന്നുള്ള റിസപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ആരുമില്ല. എന്നിട്ട് ഇവളിങ്ങനെ കോൺഫറൻസ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഫുള്ള് ബ്ലഡും പിന്നെ പല്ലൊക്കെ അവിടെ കിടക്കണമായിട്ട് കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ ആകെ പേടിച്ച് എന്ത് സംഭവിച്ചെന്ന് പറയുക പുറത്തിറങ്ങുമ്പോൾ ഒരു കില്ലർ അവളെ തലക്കിട്ട് ഒറ്റയടി, എന്നിട്ട് അവളെ വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഒരു ഫ്ലാഗ് മാസ്റ്റ് ഉണ്ട്, ആ മാസ്റ്റിൻ്റെ അവിടെ പൊക്കി ഫ്ലാഗിൻ്റെ മുകളിൽ ഫ്ലാഗായിട്ട് ഇവിടെ തൂക്കിയിടും. അപ്പോൾ ബാക്കിയുള്ളവർ എന്താ പറയുക ഇതൊന്നും പാർട്ടിക്കും ഇതിനൊന്നും പോകാത്ത ആൾക്കാർ അവിടെ നിൽക്കണ ഇവരൊക്കെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കില്ലർ നിൽക്കണ കാണുമ്പോൾ കില്ലർ കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടിട്ട് ഓടുന്ന നേരത്ത് ജോണസ് കാടിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഓടുമ്പോൾ അവിടെ മറ്റേ വയറുണ്ടാവില്ല, ഞാൻ ടാങ്കീസ് പോലത്തെ ഷാർപ്പായിട്ടുള്ള ആ വയറിൻ്റെ അവിടെ കെട്ടിയിട്ട് ജോണസിൻ്റെ തലയുടെ അവിടെ ഇങ്ങനെ കുറച്ച് മുറിയും. എന്നിട്ട് ജോണസ് അവിടെ നിന്ന് എണിറ്റ് ഓടും. പിന്നെ ജോണസും ലീനയും കൂടിയിട്ട് അവർ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോട്ട് എടുത്ത് വെള്ളത്തിൽ റിവറിലേക്ക് പോയിട്ട് രക്ഷപ്പെടുന്നു. നദിയിൽ അവരിങ്ങനെ തുഴഞ്ഞ് രക്ഷപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജോണസിൻ്റെ മനങ്ങട് മാറും. അവൻ ഇങ്ങനെ പറയും നിന്നെ ഇതിൽ കയറ്റണമെങ്കിൽ നിൻ്റെ പെൻഡ്രൈവ് എനിക്ക് തരണം എന്നുള്ള രീതിയിൽ അവൻ പറയും. അപ്പോൾ ഇവളെന്ത് ചെയ്യും, എന്നാൽ കൊണ്ടുപോയി തിന്നുന്നുള്ള രീതിയിൽ അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേന് ഇവനെ ഒറ്റ ചവിട്ട് കിട്ടും, അവളെ വെള്ളത്തിൽ ഇടും. എന്നിട്ട് ലീന അവിടെ നിന്ന് നീന്തി കിടന്ന് അവളെന്ത് ചെയ്യും, ആ റിവറിൽ നിന്ന് പുറത്ത് കിടന്നിട്ട് അവൾ ഓടും. അവിടെ നിന്ന് ഓടണ നേരത്തെ ഇവളൊരു കുഴിക്ക് ഇടും. കുഴിയിൽ വീഴുമ്പോൾ അവിടുത്തെ ആ ഷെഫ് ഉണ്ടല്ലോ ഹോട്ടലിലത്തെ ആളെ കാണും. എന്നിട്ട് പിന്നെ റിസോർട്ടിൽ ബാക്കിയുള്ളവർ ആ 4 പേര് ഇവർ റൂമൊക്കെ അടച്ച് ഇവരിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും പേടിച്ചിട്ട്.
അപ്പോൾ റൂം അടച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ അത്യാവശ്യം ഫൈറ്റ് ചെയ്യാനുള്ള ആയുധങ്ങളൊക്കെ ഇവരെ കൈകൊണ്ട് തന്നെ ഉണ്ട്. പക്ഷേ അമീർ ആകെ ടെൻഷനാണ്. അവൻ്റെ കാതലി ഉണ്ടല്ലോ, അവളെവിടെ പോയി എന്നുള്ള രീതിയിൽ അവൻ ടെൻഷനായിട്ടിരിക്കണം. അവൻ എന്നിട്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ തീരുമാനിക്കും. എന്നിട്ട് ആ പൊട്ടൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാട്ടി ചെന്നിട്ട് ടോർച്ചൊക്കെ എടുത്ത് വെച്ചിട്ട് എവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കില്ലർ ഇത് കാണും. പിന്നെ ലീന അപ്പം ഈ പയ്യെ വന്നിട്ട് ഇവനെ കടന്നിങ്ങനെ പിടിച്ചിട്ട് മിണ്ടരുത് എന്നുള്ള രീതിയിൽ പിടിച്ചിങ്ങനെ. ആ നേരത്തെ നാദിയ കാറിൻ്റെ ചാവി തപ്പിക്കൊണ്ടിരിക്കുന്നത് വാൻ്റെ ഇവർക്ക് തിരിച്ചു പോകാനായിട്ട്. ആ നേരത്തെ തന്നെ കില്ലർ വന്നിട്ട് ഇവളെ ചവിട്ടാനും കൊല്ലാനൊക്കെ വേണ്ടി നോക്കും. പക്ഷേ ഇവളെങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ട് ടീമിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ കയ്യിൽ കീണ്ട് നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പോഴായിരിക്കും ആ വാൻ്റെ അവിടെ നിന്ന് ഒരൊറ്റ പൊട്ടിത്തെറി. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കണത് ബാക്ക് ഡോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആരോ അടിക്കണ പോലെ സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കണം തല്ലാൻ എന്താണ് വെച്ചാൽ വരണോട് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ എല്ലാവരും നിൽക്കണ നേരത്ത് അമീറും ലീന അവിടെ വരിയുള്ളൂ. പിന്നത്തെ സീനിൽ കാണിക്കുന്ന വെച്ചാൽ അനറ്റ് അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കണ്ടല്ലോ, അവൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങും. അപ്പോൾ തന്നെ ജോണസിനെ കാണും. ജോണസിനെ കണ്ടിട്ട് അനറ്റ് എന്ത് ചെയ്യും, അനറ്റ് ജോണസിൻ്റെ മുറിവൊക്കെ ഒന്ന് സെറ്റാക്കി ഇതാക്കി കൊടുക്കും. അങ്ങനെ ജോണസ് ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ അനറ്റ് പറയുക ചിലപ്പോൾ ഞാൻ കാരണമായിരിക്കും ഈ സംഭവിച്ചതെന്ന് പറയും. ജോണസ് പറയും എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പറയും. അപ്പോൾ ഇവരെ കമ്പനിയിൽ വേറെ എംപ്ലോയി ഉണ്ട്, ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ പ്രൊജക്റ്റിന് എതിരായിട്ട് ഫ്രാൻസ് എന്ന് പറഞ്ഞ ആൾ ഭയങ്കര എതിരായിട്ട് ഇതുണ്ട്. ആളവിടുത്തെ കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി നശിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടുത്തെ കുറേ ഫാമിംഗ് ലാൻഡ്സ് ഒക്കെ പോകുന്നതുകൊണ്ട് അന്നേനെ എതിർത്തിരുന്നു. പക്ഷേ അവർ ഒതുക്കി. അപ്പോൾ ഈ ട്രിപ്പ് പോണ കാര്യം, ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോണ കാര്യം ഫ്രാൻസിന് അറിയാം എന്ന് പറഞ്ഞിട്ട് ആനറ്റിങ്ങിനെ റിവീൽ ചെയ്യും. എൻ്റെ ജോണസ് ഇത് കേട്ടപ്പോൾ തന്നെ നിനക്ക് പ്രാന്ത തള്ളയെന്നുള്ള രീതിയിൽ ജോണസ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ചെറിയൊരു സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്, അതെടുത്തിട്ട് ഇവൻ പോകാൻ നോക്കും. അപ്പോൾ ആനറ്റ് എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്നുള്ള രീതിയിൽ ഇവള് കിടന്നിങ്ങനെ കഷ്ടപ്പെട്ട് ഇതാക്കുമ്പോൾ പക്ഷേ ജോണസ് അറിയാലോ ആനറ്റിന് ഒറ്റ ചവിട്ടം പിടിച്ചിടുന്നു. ആനറ്റ് പിന്നെന്താ പറയുക, പിന്നെ കാണുന്ന കില്ലറാണ് അവിടെ. കില്ലറെ കണ്ടിട്ട് ആനറ്റ് ഫ്രാൻസ് വെച്ചിട്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അവിടെ ചെന്നിട്ട് മറ്റേ അരിവാളൻ്റെ ഒറ്റ കുത്തരികൾ തലമണ്ടയ്ക്ക് ഇട്ടിട്ട് ജോണസ് ഇങ്ങനെ പാഞ്ഞ് പോവുമായിരിക്കുന്നുണ്ട്. അപ്പോൾ ജോണസിൻ്റെ അവിടെ ഇവൻ ഓൾറെഡി ട്രാപ്പ് വെച്ചിട്ടുണ്ട് കില്ലർ. അപ്പോൾ ട്രാപ്പിൽ വിട്ടിട്ട് ജോണസ് നദിയിൽ വീഴുകയാണ് ചെയ്യുക. പിന്നത്തെ സീൻ റിസോർട്ടിൽ അമീർ ഒരു പേപ്പർ കിട്ടണമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പേപ്പറിൽ എഴുതിയേക്കുന്നത് വെച്ചാൽ ഈ ഫാം ലാൻഡ് ഇടിച്ചു പൊളിക്കുന്ന നേരത്ത് ഇയാൾ ആത്മഹത്യ ചെയ്തു, അവിടുത്തെ ഫാർമർ ആത്മഹത്യ ചെയ്തു, അവൻ്റെ മോനാണ് ആദ്യമായിട്ട് ആ ബോഡി കണ്ടതെന്നുള്ള രീതിയിൽ ന്യൂസ് ഉണ്ട്. പിന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ കത്താണ്. അപ്പോൾ ഈ ഫാർമറിൻ്റെ മോനാണ് ഈ പരിപാടിയൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ ഇവർ നിഗമനിക്കുകയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയറായി വരുന്നുണ്ട്. ഈ ഒരു റിവെഞ്ച് പോലെ എടുത്തേക്കാണ്. അങ്ങനെ ഇവർ രക്ഷപ്പെടാനായിട്ട് എന്ത് വഴി, റോഡൊക്കെ ആകെ ബ്ലോക്കാണെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇവർ കുടിക്കുകയെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ പറയും സിപ്പ് ലൈൻ വഴി നമുക്ക് രക്ഷപ്പെടാനുള്ള രീതിയിൽ ഇവർ പോകും. പോണായിരുന്നു നമ്മുടെ ചെറുക്കൻ അവിടെ കാടിൻ്റെ ഉള്ളിൽ നിന്നൊരു കത്തിയെടുത്ത് ഇങ്ങനെ അടിക്കും, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ടീമെല്ലാം സ്പ്ലിറ്റ് ആവും. അപ്പോൾ നാദിയ ഒരു ട്രാപ്പിൻ്റെ ഇതിൽ വിടും, മറ്റേ കാരടിക്കി വെക്കുന്ന ട്രാപ്പിൽ, അതിൻ്റെ ഉള്ളിൽ നാദിയ വിടും. പക്ഷേ അപ്പത്തിനും കിള്ളർ നാദിയയുടെ അടുത്ത് വന്നിട്ട് റെഡിയാണെന്നുള്ള കൊല്ലാനുള്ള രീതിയിൽ ഇങ്ങനെ ഇതാക്കും. പക്ഷേ നാദിയ അവൻ്റെ തലക്കിട്ട് അടിച്ചിട്ട് ഇവളെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നെ മറ്റേ വയസ്സായ കപ്പിൾസ് എന്ത് ചെയ്യും, അവർ നേരെ റിസോർട്ടിൽ പോയിട്ട് പിന്നെ ഒളിച്ചിരിക്കും. അമീറും ലീനയും എന്ത് ചെയ്യും, സിപ്പ് ലൈനിൽ കയറും. അപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്ന നേരത്തിന് അമീർ കാണും അവിടെ മരം ഇങ്ങനെ ചെത്തി വെച്ച് കൂർപ്പിച്ച് വെച്ച് ഒരു ട്രാപ്പ് വെച്ചേക്കണമാണ്. അതായത് ഇവർ സിപ്പ് ലൈനിൽ എത്തുമ്പോഴത്തേനും ഇവർ രണ്ടുപേരും മരിക്കുന്ന രീതിയിൽ. അപ്പോൾ അമീർ ഇത് കാണുമ്പോൾ ട്രൂ ലവ് പാവപ്പെട്ടവൻ അവനെന്ത് തിരിഞ്ഞിട്ട് ഇവളെ രക്ഷിക്കാനായിട്ട് വെക്കും. എന്നിട്ട് അമീർ അതിലും മരിക്കണം. ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് മറ്റുള്ളവർ രക്ഷപ്പെടുക. അങ്ങനെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവളിങ്ങനെ മരത്തിൻ്റെ അവിടെ ആകെ ബ്ലീഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് അവൾ ഇവരുടെ ഫോണ് കില്ലർ ഒളിപ്പിച്ച് വെച്ച സ്ഥലം കാണുന്നത്. എന്നിട്ട് അവൾ പോലീസിനെ വിളിച്ച് കാര്യം പറയും, ഞങ്ങളിങ്ങനെ പെട്ടേക്കാണ് കാര്യം അവൾ വിളിച്ചിട്ട് പറയും. അപ്പോൾ പിന്നെ റിസോർട്ടിൽ മറ്റേ കില്ലർ ഇവരെ മറ്റേ വയസ്സായ കപ്പിൾസിന് ഇങ്ങനെ ഇതിനെ കൊല്ലാനായിട്ട് നിൽക്കായിരിക്കും. അപ്പോൾ കൊല്ലണ നേരത്ത് കുറച്ച് ഇൻസിഡൻസ് നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ഉണ്ടാവും. അതിനുശേഷം അപ്പൂപ്പൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ മാസ്കിൻ്റെ അവിടെ തീ വയ്ക്കും, മറ്റേ തീ വയ്ക്കുന്ന സാധനം വെച്ചിട്ട് മാസ്കിൻ്റെ അവിടെ തീ വയ്ക്കും കൊല്ലാൻ നോക്കണ നേരത്ത്. എന്നിട്ട് കില്ലർ അപ്പം തന്നെ വെള്ളത്തിൻ്റെ ഉള്ളിൽ തലയൊക്കെ ഇട്ട് സെറ്റാക്കി ഇവരെ പിന്നെയും കൊല്ലാനായിട്ട് നോക്കണായിരുന്നു. നാദിയ മറ്റേ സ്വർണ്ണത്തിൻ്റെ ഷൗലില്ല അവന് ഗിഫ്റ്റായിട്ട് കൊടുത്ത് ആ സാധനം വെച്ചിട്ട് ഒറ്റ വെട്ടുണ്ട്, ഹീറോയ്ക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ അതവൾ ഒറ്റ വെട്ട് ആ തല അപ്പം തന്നെ വീണ് ആ ഒരു കില്ലർ അവിടെ നിന്ന് മരിക്കും. അവളെ ചിരി കാണുമ്പോൾ നമുക്ക് തോന്നും പീപ്പിളാണോ സൈക്കോ എന്ന രീതിയിലാണ് നമുക്ക് ശരിക്കും അവളെ ചിരി കാണുമ്പോൾ തോന്നുന്നത്. ലീന എന്നിട്ട് ആ ഫോറസ്റ്റിനോടെ പോലീസിനാണോ പോലീസിനെ ഇങ്ങനെ വിളിക്കുന്ന നേരത്ത് ജോണസ് കിടക്കുന്ന റിവർ കാണും. അപ്പോൾ ജോണസ് ഇങ്ങനെ ലീനനെ കൊല്ലാനുള്ള മൈൻഡോ, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവൻ്റെ വെളിച്ചത്താവില്ല. അപ്പോൾ ലീനനെ കൊല്ലാനുള്ള പരിപാടി തുടങ്ങും. പക്ഷെ ലീന വിട്ടുകൊടുക്കത്തില്ല, നല്ല പടപടയ്ക്കും നല്ല ഇടിച്ചിട്ട് ഈ ലീന എന്ത് ചെയ്യും, ജോണസിൻ്റെ തല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തായിട്ട് കിടക്കും. അത് പിടിച്ച് വലിച്ച് ജോണസിനെ കൊല്ലും. എന്നിട്ട് ലീന അവിടെ നിന്ന് എസ്കേപ്പ് പോകും. പിന്നെ ബാക്കി ഒരു റിസോർട്ട് ചെല്ല് കാണുമ്പോൾ കില്ലറൊക്കെ ഇങ്ങനെ മരിച്ചു കിടക്കും. ബാക്കി എല്ലാവരും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. അതോടുകൂടി സിനിമ അവിടെ കഴിയും. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ സിനിമാസിനായി സ്പോട്ട്ലൈറ്റ് സ്റ്റുഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്ട് സ്റ്റോറി പവർഡ് ബൈ സ്പോട്ട്ലൈറ്റ് സ്റ്റുഡിയോ. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.